നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബീഫ് പ്രിയർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ഡിഷാണ് തയ്യാറാക്കുന്നത്. നമ്മൾ കൊച്ചിക്കാരുടെ സ്വന്തം ഡിഷായ ബീഫ് വിന്താലു ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ പോർക്ക് വിന്താലു ആണ് ഉണ്ടാക്കാറ്, പക്ഷേ കൊച്ചിക്കാർക്കൊരു പ്രത്യേകതയാണ് ഈ ബീഫ് വിന്താലു. പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. വെറൈറ്റി ടേസ്റ്റുമാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ബീഫ് വിന്താലു ഉണ്ടാക്കി നോക്കാം. ബീഫ് വിന്താലു ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ബീഫ് അരിഞ്ഞെടുക്കണം. ഇനി അതിനുള്ള വിന്താലു മസാല തയ്യാറാക്കാം. ഒരു കഷ്ണം കറുവപ്പട്ട, 5 ഗ്രാമ്പു, 4 ഏലക്ക, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇതിന് വേണ്ട ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് കടുക്, പച്ചക്കടുക്. അത് 1 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയുമാണ് മസാലയ്ക്ക് വേണ്ടത്. പിന്നെ നമുക്ക് 2 സവാള വേണം, വലിയൊരു കഷ്ണം ഇഞ്ചി, 1 ബൾബ് വെളുത്തുള്ളി. പിന്നെ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നവർ ഇതിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് മുരിങ്ങയുടെ തൊലി. ഇതിൻ്റെ തടി കൂടാതെ ആ പുറമേയുള്ള തൊലി ചെത്തിയെടുത്തിട്ട് അതിൻ്റെ ഔട്ടർ ലെയറിങ് ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം അതെടുക്കണം, ഒരു ചെറിയ കഷ്ണം. ഇല്ലാത്തവർ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി എടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ വേണം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും വേണം. ഇനി നമുക്ക് വിന്താലു മസാല തയ്യാറാക്കാനായിട്ട് എല്ലാ മസാലയും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് എല്ലാം ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, മുരിങ്ങയുടെ തൊലി, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് വിനാഗിരിയിലാണ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ വിനാഗിരി ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എടുക്കുക. വിനാഗിരി കൊണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. വിന്താലു മസാല റെഡി ആയിട്ടുണ്ട്. ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 സവാള നല്ല കനം കുറച്ചരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കരിവേപ്പിലയും സവാളയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇടാം. ബീഫിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കിയപ്പോൾ അതിലിട്ടിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല. ചെറുതായിട്ട് അതൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണം. വെളുത്തുള്ളി, ഇഞ്ചി, മുരിങ്ങത്തൊലി ഇതെല്ലാം നമ്മൾ പച്ചയ്ക്കാണ് ഇട്ടത്. അതുപോലെ തന്നെ മുളക് പൊടിയും എല്ലാം വറുക്കാതെയാണ് ഇട്ടത്. അപ്പോൾ ഇതിലിട്ട് നല്ലവണ്ണം വഴറ്റി ആ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം കുക്കായി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബീഫ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വേണം ഇതിന് അരിയാനായിട്ട്. ഇനി എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം
കുക്കർ നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അടച്ചു കഴിയുമ്പോൾ ബീഫിലുള്ള വെള്ളം തന്നെ ഇറങ്ങിക്കോളും. അതുമാത്രം മതിയാവും ഇതിന് വേകാനായിട്ട്. പ്രത്യേകിച്ച് ഇതൊരു അധികം വെള്ളം പോലെയുള്ളൊരു ഡിഷല്ല, തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നമ്മൾ അധികം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കണം. അതിനുശേഷം ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ട് 3-4 വിസിൽ കേൾക്കുന്നത് വരെ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അത്രയും നേരം വേവിച്ചെടുക്കണം. പിന്നെ ഒരുപാട് മൂത്ത ബീഫൊക്കെ ആണെങ്കിൽ കുറച്ചധികം സമയം കുക്കിംഗ് ടൈം എടുക്കുമായിരിക്കും. അതൊക്കെ ബീഫിൻ്റെയും പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെയും ഒക്കെ അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ലോയിലാക്കി വെച്ചു. എന്നിട്ടൊരു 4 വിസിലും കൂടി കേൾക്കുന്നത് വരെ വെച്ചതാണ്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്, വറ്റി. നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ വിന്താലു റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേവിച്ചെടുക്കാറ്. ഇത് നമുക്ക് പൊറോട്ടയ്ക്കാണ് എനിക്ക് കൂടുതൽ നല്ല കോമ്പിനേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ശരിക്കും നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകിട്ടാകുമ്പോൾ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇത് ഇരിക്കും തോറുമാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. പോർക്ക് വിന്താലു ആയിരുന്നു നേരത്തെയൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം കൂടുതലായിട്ടും ബീഫ് വിന്താലു ആണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റി ടേസ്റ്റ് ആണ്. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്